6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. എല്ലാരും കൂടെ സീക്രട്ട് ഏജന്റ് വരും പറഞ്ഞിട്ട് ഇതാരാണ് ഇൻസ്പെക്ടർ? ഞാൻ വെള്ളം മുടി സീക്രട്ടെ വാട്ട് ഹാപ്പൻ ടു യു മാൻ? ഇതാരാണ് നിന്നെ സ്റ്റൈൽ നിന്നെ സ്റ്റൈൽ ചെയ്ത ആളെ കൈ കിട്ടിയ ഞാൻ ബിഗ് ബോസിൽ നീ താടിയൊക്കെ വെച്ച് കട്ട ലുക്കിൽ വരും എന്ന് പറഞ്ഞപ്പോ ഇത്രക്ക് ഞാൻ വിചാരിച്ചില്ല. ഞാനൊരു കോമാളിയായോടാണല്ലോ. ഭാര്യണ്ണ വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളവിളാന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്നത് കേട്ടാ. ശരി നടക്കട്ടെ. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. പറയാൻ പോകുന്നത് നമ്മുടെ അരിയണ്ണനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് തീർന്നില്ല. ചില സമയത്ത് നമുക്ക് തോന്നും, ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഈ മനുഷ്യൻ പ്രത്യേകിച്ച് ഇപ്പൊ അടുത്തായിട്ട് ഒരു നാണവുമാണില്ല. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അയാൾ അങ്ങനെ നിന്ന് എയറിലിരുന്ന് സുഖിച്ചു പോയി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഇയാളുടെ ഈ വൃത്തികെട്ട കോമഡി കേൾക്കുമ്പോ ചിരിക്കാൻ കുറച്ച് ആൾക്കാര് ചുറ്റും കൂടി നിൽക്കും. ഇയാൾക്ക് ഒരു നിലപാടിലെത്തൊരു മനുഷ്യനാന്നുള്ളതിന് ഒരു സംശയമില്ല. ഇന്ന് വന്നിട്ട് പറയും ഇങ്ങനെ ചെയ്തിരുന്നത്, നാളെ അത് തന്നെ ചെയ്യുന്ന ഒരു പ്രത്യേക തരം ഉരുപ്പടിയാന്ന് തന്നെ പറയും. അതായത് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ പോയി ബിഗ് ബോസിലൊക്കെ ചെന്നിട്ട് മൊണ്ണ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബൻ കാറിനകത്തിരുന്ന് ട്രോളി. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഓരോരുത്തർ പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റ് ചെന്നിട്ട് അങ്ങോട്ടൊന്നും ഉണ്ടാകും. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. സത്യം പറഞ്ഞ ഹരിയണ്ണന് വല്ല ആവശ്യമുണ്ടോ? മര്യാദക്ക് ഇതേപോലെ വണ്ടിക്കകത്ത് കയറി വെച്ച് വല്ല റിവ്യൂ അടിച്ചിരുന്ന വെച്ചാ പോയിരുന്ന വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത് കയറാൻ. അവിടെ പോയിച്ച് ജാസ്മിൻ ഏജന്റായി മാറിക്കണം. നാണമില്ല അല്ലേ? ഏതാണ്ട് പുലിയായിട്ട് പോയവരാണ് ഇപ്പൊ എലിയായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാണവും ഇല്ലാത്തവൻ പുറത്തു ഉള്ള കാര്യം മൊത്തം അകത്ത് പോയി ആ പെൺകൊച്ചിനോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരാവശ്യമില്ലായിരുന്നില്ല. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. അരിയണ്ണന്റെ വില പറഞ്ഞു. സീക്രട്ട് ഏജന്റ് അല്ല, ജാസ്മിൻ ഏജന്റ് വേണമെന്ന് വേണം പറയാൻ. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനോ ഒക്കെ വേണം. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അതാർക്കത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കുമല്ല, എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയ സംഭവം ഉണ്ടായത്. സായിക്ക് അങ്ങനെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി.